പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇൻ ദഖല വീട്ടിലേക്ക് കടന്നു വന്നാൽ ഫഹിദ ഒരു സിംഹനെ പോലെയാണ്, ഒരു പുലിയെ പോലെയാണ് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലായ? അയാൾ ആവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു പുലിയെ പോലെ എന്താക്കും, എൻ്റെ അടുത്തേക്ക് പോരും. ആവശ്യമെന്തായില്ലേ? അയാൾ ശാരീരിക വിഷയത്തിൽ ഏർപ്പെടുന്ന വിഷയത്തിൽ ഒരു പുലിയെ പോലെയാണ്. അതേ സമയത്തോ വൈൻ ഖറജാൽ വീട്ടിൽ പുറത്തു പോയാൽ അസിദ അയാൾ ഒരു സിംഹനെ പോലെയാണ്. അയാൾക്ക് എന്തൊരു ബോധം ഉണ്ടാവില്ല. അവർക്ക് മക്ക പൈച്ചുള്ളാറാ, പെഞ്ഞായി ചോറുണ്ടാളാ, എന്തുകൊണ്ട് ബോധിക്കണം. ഔത്ത് വന്നെങ്കിൽ അയാൾ ആവശ്യം തീർക്കാൻ വേണ്ടി വലിയൊരു പുലിക്കുട്ടിനെ പോലെ വന്നിട്ടുണ്ടാക്കും. അയാൾ ആവശ്യം തീർക്കും. ആവശ്യം തീർക്കുണ്ടല്ലാതെ എന്ത് ഞങ്ങൾ ഔത്തിക്ക് വേണ്ടി കൊണ്ട് അയാൾക്ക് ഒരു ബോധവും ഇല്ല. അയാൾക്ക് കരാറുണ്ട്, അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്തെന്ന്? ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഭാര്യയ്ക്ക് ഡ്രസ്സ് കൊടുക്കണം, മക്കളെ പോറ്റണം. അതൊന്നും ഔത്ത് പുറത്ത് പോയിട്ടില്ല. അയാൾക്ക് ആവശ്യം വരുമ്പോൾ ഒരു പുലിക്കുട്ടിനെ പോലെ വന്നിട്ട് അയാൾ ആവശ്യം തീർത്തിട്ട് പോകും. ഇതെന്താണ്? ഇത്ര നല്ലൊരു അല്ല അല്ലേ ഈ പെണ്ണ് പറഞ്ഞു? മതി. എൻ്റെ 6 വിശദീകരണം വേണ്ട. എത്രാമത്തത്? കാലത്തിൽ സാദിസത്തു 6ാമത്തെ പെണ്ണ് പറഞ്ഞു അല്ലേ, സൗജി ഇൻ അകല ലഫ വഇൻ ശരിബ ഇസ്തഫ വഇൻ തജഅ ഇൽതഫ വലാ യൂലിജുൽ കഫ യഅലമൽ ബഖ. 6ാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി എൻ്റെ ഭർത്താവുണ്ടല്ലേ, ഇൻ അക്കല ലഫ പുരയിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ അവിടെയുള്ള എല്ലാ ഭക്ഷണവും വയറ്റിലാക്കും, തിന്നു തീർക്കും. മക്കൾക്കുണ്ട പെഞ്ഞായിക്കൊണ്ട് എന്ത് ഇല്ല, ഉള്ളത് എല്ലാ ഭക്ഷണം ഉണ്ടാക്കും, അയാളെ വയറ്റിലാക്കും. പിന്നെ മക്കൾക്കുണ്ട, എൻ്റെ ഭാര്യ തിന്നാളാ, അത് എന്നും ചിന്തയില്ല. വൈൻ ശരിബ അയാൾ കുടിച്ചെങ്കിലോ ഇസ്തഫ ഫുള്ള് കുടിക്കുവന്നെ. ഇനി മക്കൾ ചായ പാടുണ്ട്, മക്കൾ പാട് വേണ്ടേ, മക്കൾ ചായ കൊടുക്കണ്ടേ, അല്ല അവർക്കും ജ്യൂസ് കൊടുക്കണ്ടേ, എന്ത് കാബോധമില്ല. അയാളെ കബർ, അയാളെ വയറ് പറഞ്ഞെങ്കിൽ അയാൾക്ക്. അതാണ് എൻ്റെ ഭർത്താവിൻ്റെ ഇത്. ഇനിയോ അയാൾ കടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചെങ്കിൽ ഇത് വലിയെടുത്തിട്ട് ഇതിൻ്റെ പുതപ്പെടുത്തിട്ട് പയച്ചിട്ട് കിടക്കും. ഒരു ബോധരിക്കൽ നല്ല പയച്ചിട്ടുണ്ടാക്കും, വലിയിട്ടിട്ട് ഉറങ്ങും. അയാളെ ഒരു കൈയോണിട്ട എങ്ങനെ ഭാര്യയോട് കേൾക്കാല, ഇങ്ങനെയുള്ള ഉഷാറുള്ളേ, നീ ഒന്നും ചോറ് വെച്ചിനെ, നിൽക്കുന്ന ആവശ്യമുണ്ടാ, എന്നും അയാൾ കേൾക്കാം. വന്നിട്ട് തിന്നും കുടിക്കും, ഗട്ടില പറയണം. നീ ഉഷാറില്ലേ, നിനക്ക് പനിയുണ്ടാ, അത് നീ ചോറ് വെച്ചിനെ, നിന്റെ അവസ്ഥ എന്ത് എന്ന്. വലായൂരുജുൽ കഫ അദ്ദേഹത്തിൻ്റെ കൈ കടത്തൂല. എന്തിനീ? യഅലമൽ ബത്ത വളരെ സുഖദുഃഖം അറിയാൻ വേണ്ടിയിട്ട്. അതായത് സുഖദുഃഖം ഒന്നും അന്വേഷിക്കാതെ പുരയിൽ വന്നിട്ടുണ്ടാക്കും. പോത്ത് തിന്നും പോലെ തിന്നും, പോത്ത് കുടിക്കും പോലെ കുടിക്കും, പോത്ത് ഉറങ്ങും പോലെ ഉണ്ടാക്കും, വലിയ വയച്ചിട്ട് ഉറങ്ങും. ഭാര്യനെ കുറിച്ചിട്ടാ മക്കളെ കുറിച്ചിട്ടാ ഒരു ബോധം ഇല്ല. ഇതും പറഞ്ഞറിയാണ്ട് നമുക്കൊരു പാഠമാണ്. ഒരാളുടെ സ്വഭാവമുണ്ട്, ഹോട്ടലിൽ പോയി കെട്ടി തിന്നുവാൻ ഔത്ത് കിടാക്ക പൈസയുള്ള രീതി, എൻ്റെ പെഞ്ഞായി പൈസയുള്ള ആൾ ആ ബോധം ഇല്ലാത്ത ഇത്ര ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഗുരുത്തിൽ എത്ര ആൾ മാറും. ഒരേ എന്തായാലും മോശം ഒരകെ മാറി ഉരുകെ മനകെ മാറി ഉരുകെ ഉപകാരി. അതത്രയാണ്. അങ്ങനെ അതല്ല, ഇതിനെക്കാട്ട് അപ്പുറത്തെ വിഷയമാണ്. കാലത്തു സാബ്യ വേണ്ടത് ഏതാമത്തെ സ്ത്രീ, 6ാമത്തെ സ്ത്രീയും ഭർത്താവിനെ കുറിച്ച് നല്ലതല്ല പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് പാഠമുണ്ട്, അങ്ങനെ ആയിപ്പോകരുത്. ഞങ്ങൾ എന്താക്കണം, ബോധമുള്ളവരാവണം. കാര്യം കൊണ്ട് കിട്ടിയെങ്കിൽ അമ്മയത്ത് തീർക്കുന്നല്ല. മക്കളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടു, എൻ്റെ ഭാര്യൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടു, അത് അറിഞ്ഞോന്നു. 7ാമത്തെ പെണ്ണ് പറഞ്ഞു, സ്ത്രീ പറഞ്ഞു, സൗജി അയയാഉ ഔ ഗയയാഉ തബഖാഉ കുല്ലു ദാഇൻ ലഹു ദാഉൻ ശജ്ജകി ഔ ഫല്ലകി ഔ ജമഅ കുല്ലല്ലകി. കേൾക്കുമ്പോൾ ഒരു വിഷയാണല്ലേ ആയത്. എന്താണ് പറഞ്ഞത്?
എൻ്റെ ഭർത്താവും ചെല്ലുന്നുണ്ടല്ലേ യഥാമത്തം കഴിവ് കെട്ടവനാണ്, ഒന്നും കൊള്ളാത്തവനാണ്. എൻ്റെ ഭർത്താവും ചെല്ലെങ്കിൽ കഴിവ് കെട്ടവനാണ്. മാത്രമല്ല തൊബക്ക വിഡ്ഢിയാണ്, ഒരു വിവരവുമില്ലാത്ത വിഡ്ഢിയാണ്. എല്ലാ സീക്കും അയാൾക്കുണ്ട്. അയാൾക്കില്ലാത്ത സീക്കില്ല. എല്ലാ രോഗം മാത്രമല്ല, അയാൾക്ക് എന്ത് ദുസ്വഭാവം ഉണ്ട് അത് എല്ലാം ഉണ്ടെന്നാണ് അർത്ഥം. എല്ലാം അയാൾക്കുണ്ട്. ഇനിയോ സജ്ജയ്ക്ക് അടിച്ചാൽ തലനെ പൊട്ടിച്ച് കളയും. തലെന്താക്കും? തച്ചൻ തലനെ പൊട്ടിക്കും. അല്ലെങ്കിൽ ഫല്ലക്ക് ബെഹറാക്കും, മുറിയാക്കും. അല്ലെങ്കിൽ ജമാഅക്കൂലും, തലയും പൊട്ടിക്കും, കാളും പൊട്ടിക്കും, എല്ലാം ആക്കും. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അതാണ് യഥാർത്ഥ പെണ്ണ്. അവളും ചെന്നത് മദഹ. ഇതെല്ലാം മനസ്സിലാക്കും. നിങ്ങൾ തല്ലെങ്കിൽ, നിങ്ങൾ കണക്ക് അടിച്ചെങ്കിൽ അല്ലെ അവർ പറയും. അപ്പുറത്ത് പോയിട്ട് നമ്മൾ അണപ്പറന്താക്കും പറയും. മനസ്സിലാക്കി വെച്ചു. ആലത്തിസ്സാമിനത്തു, എട്ടാമത്തെ പെണ്ണ് സൗജി. നിർത്തണ വാപ്പാക്കണ ബാക്കി നാളെ കൊടുക്കാമ, നാളെ കൊടുക്കാമ. 7 പെണ്ണുങ്ങളെ കുറിച്ച് എന്താക്കി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇതാണ് ഉള്ളത്. 8-ാമത്തതും 9-ാമത്തതും 10-ാമത്തതും 11-ാമത്തതും. ആ 11-ാമത്തെ പെണ്ണിൻ്റെ സ്വഭാവമാണ് ഹദീസ് ഉമ്മു സറ. ആ ഉമ്മു സറന്റെ ചരിത്രം ലാസ്റ്റ് അത് ഞങ്ങൾക്ക് പാഠമാണ്. അങ്ങനത്തെ ഭാര്യമാരാണ് നിങ്ങളുടെ ഭാര്യമാർ. അപ്പോൾ ഏതാളെ കുറിച്ചിട്ടായി 20 ബാക്കിയുള്ളൂ. 4 സ്ത്രീകളെ കുറിച്ച് ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ ചീത്തയായ സ്വഭാവത്തെ നീ മാറ്റണം റഹ്മാനേ. ഞങ്ങളെ ഭാര്യമാരോടും മക്കളോടും കുടുംബത്തിനോടും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ ആണുങ്ങളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലം ഈമാനും തഖ്വയും തന്ന് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. നമ്മുടെ രോഗങ്ങളെ നീ ശിഫയാക്കണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. അല്ലാഹുവേ ആരും മുമ്പിലും കൈ കാണിക്കാത്ത നിലക്ക് നീ തന്നതിനെ പൊരുത്തപ്പെട്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം അല്ലാഹ്. ദുനിയാവിന്റെ ഫിത്രയിൽ നിന്ന് ഫസാദിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം അല്ലാഹ്. നാഫിയായി പഠിക്കുവാനും പഠിച്ചതുപോലെ അമൽ ചെയ്യുവാൻ അത് പറഞ്ഞു കൊടുക്കാനുള്ള സൗഭാഗ്യം നീ തരണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാഹ്. കടം വീട്ടാനുള്ള വഴികളെ നീ എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാനീയത്തിനും ഞങ്ങളെ കച്ചവടം നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുവേ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ചിരിച്ച് മരിക്കാനുള്ള